ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അൽ ഫവാറ വാലിയിലെ കാഴ്ചകളാണ്. ജിദ്ദയിൽ നിന്നും 150 കിലോമീറ്ററോളം അകലെയായി മക്ക പ്രവിശ്യയിൽപ്പെട്ട ഒരു താഴ്വാരമാണ് അൽ ഫവാറ. യാത്ര തുടങ്ങി റോഡിന് ഇരുവശവും തന്നെ മനസ്സിനെ കുളിരണിയിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇരുവശവും ചെറിയ പച്ചപ്പൊക്കെ ഉണ്ട്. മലകളിലാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ കിളിർത്തു വന്ന പുല്ലുകളും ഒക്കെയായി കാണാൻ നല്ല രസം. വാലിയിലേക്ക് അടുക്കുന്തോറും റോഡിന് ഇരുവശവും ആകാശം മുട്ടി നിൽക്കുമെന്ന് തോന്നുന്ന തരത്തിലുള്ള വലിയ മലകളാണ്. ഈ മലകൾക്കിടയിലൂടെ വെട്ടിയുണ്ടാക്കിയ റോഡുകളും. പിന്നെ അത്ഭുതമായി തോന്നിയ കാഴ്ച ഇതാണ് കേട്ടോ. റോഡിലൂടെ കുറേയധികം ഒട്ടകങ്ങൾ നടന്നു വരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ളത്. സാധാരണയായി കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി തോന്നി. ആകാശം മുട്ടി നിൽക്കുന്ന ഈ മലകൾക്ക് മുകളിലൂടെ മേഞ്ഞു നടക്കുന്ന ഒട്ടകങ്ങളെ കണ്ടപ്പോൾ ശരിക്കും അത്ഭുതമായിരുന്നു. ആടുകളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്ര വീതിയൊന്നുമില്ലാത്ത റോഡായതുകൊണ്ടും വണ്ടി നിർത്തിയിടാൻ പറ്റാത്തതിനാലും ശരിക്കും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും വലിയ മലകൾക്ക് മുകളിലൂടെ മേഞ്ഞു നടക്കുന്ന ഒട്ടകങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഇതാണ് അൽ ഫവാറ വാലി. ഈ കാണുന്ന പാലത്തിനടിയിലൂടെയാണ് അരുവി ഒഴുകുന്നത്. വണ്ടി റോഡിനു സൈഡിൽ നിർത്തി 2 വേ റോഡായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം റോഡിനപ്പുറത്തേക്ക് കടക്കാൻ. ഇരുവശത്തു നിന്നും വളരെ സ്പീഡിലാണ് വണ്ടികൾ വരുന്നത്. ഈ പാലത്തിന്റെ ഒരു സൈഡിലൂടെ അരുവിയുടെ അടുത്തേക്ക് വണ്ടി ഇറക്കാനുള്ള സൗകര്യവും ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു വശം വലിയ മലകളും മറുവശം ഈന്തപ്പനകളും ഒക്കെയായി. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അൽ ഫവാറ വാലിയിലാണ്. നല്ല മഴയൊക്കെ വന്നാൽ വലിയ പുഴ പോലെ വെള്ളമുണ്ടാവും. എന്നാലിപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. ഒരു സൈഡിലൂടെ മാത്രമാണ് വെള്ളമുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ വലിയ പുഴ പോലെ വെള്ളം ഒഴുകിയതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്ന ഉരുളൻകല്ലുകൾ.
Tamar. അരുവിയുടെ അടുത്ത് കണ്ട എരിക്ക് എന്ന ചെടിയെക്കുറിച്ച് നമ്മുടെ സുഹൃത്ത് ഷിഹാബ് പറയുന്നത് കേൾക്കൂ. വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യച്ചെടിയാണ്. നമ്മുടെ നാട്ടിലിത് വളരെ പല രോഗങ്ങൾക്കും മാറാ രോഗങ്ങൾക്കും ചികിത്സയ്ക്കായി വൈദ്യന്മാർ കൽപ്പിക്കുന്നതാണ്. അതിലും സൗദിയിൽ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഇത് കാണുന്നത്. ഈ സ്ഥലത്തൊന്നും അത് കാണാൻ പറ്റിയാലും വളരെ ഭാഗ്യം. നിങ്ങൾ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ ഇലവും ഇതിൻ്റെ തണ്ടും വളരെ ഔഷധ മൂല്യമുള്ളതാണ്. ഇത് സ്മെല്ല് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും എൻ്റെ ആ ഗുണം. ഇവിടെയാണ്ട് വളരെ നിബിഡമായി വളരുന്നു. നമ്മുടെ നാട്ടിൽ വളരെ ശോഷിച്ച ചെടികളാണ് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ വാലി പ്രദേശം കണ്ടും നല്ല കാലാവസ്ഥയും കിട്ടുന്നതുകൊണ്ട് നല്ല ഇലക്കൊഴുപ്പും. ഇവിടെ വരുന്നവർ വളരെയധികം ഒന്ന് വീക്ഷിക്കേണ്ടതാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ ഉപകാരപ്പെടും. കായുണ്ടായി വരുന്നതേ ഉണ്ട് അതിനകത്ത്. കായനെ നശിപ്പിക്കുന്നില്ല. കണ്ടെന്ന് നിങ്ങളുടെ അറിവിലേക്ക് കാണിച്ചു തരാം. ഈ വാലിയുടെ ഒരു ഭാഗം വലിയ പാറക്കെട്ടുകളാണ്. ഈ പാറകളുടെ പ്രത്യേകത കനം കുറഞ്ഞ പാളിയായി വിട്ടുനിൽക്കുന്ന തരത്തിലുള്ളതാണ്. കുട്ടികൾക്കൊക്കെ വളരെ എൻ്റർടൈൻ ആയ സ്ഥലമാണ്. മീൻ പിടിക്കലും വെള്ളത്തിലുള്ള കളിയും മീൻ പിടിക്കാൻ പഠിപ്പിക്കലും ഒക്കെയായി എല്ലാവരും വളരെ ഹാപ്പിയാണ്. അങ്ങോട്ട് വലിച്ചു കൊടുക്കും. Show me. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അങ്ങനെയല്ല മോനെ, മൊത്തത്തിൽ മീനെ പിടിക്കാറുള്ള ഇങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ലൂസാക്കി പിടിക്കുക. അടുത്ത നിനക്ക് മതി തരാൻ മോനെ. എല്ലാവരും ഈ സ്ഥലത്ത്
വന്ന് കാണുക. കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ്മെന്റ് ആണ്. ചെറിയ ചെറിയ മീനുകളുണ്ട്. ഇതുപോലെ ഒരു തോർത്ത് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മീൻ പിടിക്കുന്നത് എങ്ങനെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചും കൊടുക്കാം. حياكم الله قناة تامر. حنا في السيل، تعالوا وادي حورة عند الكوبري، تعالوا حياكم الله. شو اسمك؟ صور يوتيوب. فارس. പ്രത്യേകിച്ചും ഇവിടെ വരുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ കാര്യം ജിദ്ദയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്ററോളം ഉണ്ട്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാനില്ല. കണ്ണിന് വളരെയധികം കുളിർമ കിട്ടുന്ന, മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. 4 സൈഡിൽ ചെങ്കുത്തായ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നതും അതിന് നടുവിലൂടെ അതിവിശാലമായൊരു തോടും, ഇതെല്ലാം കണ്ണിന് കുളിർമയേകുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ്. എല്ലാവരും സൗകര്യപ്പെടുമെങ്കിൽ ഒന്ന് കാണുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ ഒരു സൈഡ് കണ്ടോ, മഴക്കാറും ആ മലകളും തമ്മിൽ മുട്ടി നിൽക്കുന്നത് പോലെ തോന്നും. അത്രയേറെ താഴ്ചയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. 4 സൈഡും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ജിദ്ദയിൽ ഒരിടത്തും ഇങ്ങനൊരു കാഴ്ച കാണാൻ സാധിച്ചിട്ടില്ല. സമ്പൂർണ്ണ ചിരങ്ങൾ ഒരു കാഴ്ചയിലൊന്നായിട്ട് തന്നെ ഇത് വിശേഷിപ്പിക്കാം.